ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൈക്കോ ക്രിക്കറ്റ്. ഇന്നത്തെ കളി അതിമനോഹരമായിരുന്നു. രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഞാൻ വരെ ഞെട്ടിപ്പോയി. ഭയങ്കര അടിയായിരുന്നു കേട്ടോ. സഞ്ജു സാംസണും പിന്നെ ആദ്യം ബാറ്റ് ചെയ്ത ആരേനി ആദ്യം ബാറ്റ് ചെയ്തത് SRH കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര SRH അഭിഷേക് ശർമ്മയും പിന്നെ അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും രണ്ടാളും മികച്ച തുടക്കം തന്നെ നൽകി. 6 ഓവർ കൊണ്ട് RRൻ്റെ പരിപ്പിളക്കി. ഏകദേശം 94 റൺസിൽ 1 വിക്കറ്റ്. അതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് ശർമ്മ വീണെങ്കിലും ട്രാവിസ് ഹെഡും പിന്നെ കൂടെ വന്നത് ഇഷാൻ കിഷൻ അടിയോടടി ഏകദേശം 6 സിക്സും 11 4 കേട്ടാൽ പുള്ളിക്കാരൻ ഒറ്റക്കടിച്ച് ഏകദേശം 220-230 സ്ട്രൈക്ക് റേറ്റിൽ സെഞ്ചുറി അടിക്കും. ഈ വർഷത്തെ IPL ആദ്യത്തെ സെഞ്ചുറി നേടുകയും ചെയ്തു. എന്തുകൊണ്ടും നല്ലൊരു മാച്ചായിരുന്നു ഇന്നത്തെ മാച്ച്. പിന്നെ RR പൊരുതി നോക്കിയെങ്കിൽ ആദ്യം തന്നെ അവർക്ക് പവർ പ്ലേയിൽ 3 വിക്കറ്റ് നഷ്ടമായി. ജയ്സ്വാളിനും പരാഗിനും പിന്നെ അവർക്കൊന്നും കാര്യമായിട്ട് ഒരു സംഭാവനയും നിതീഷ് റാണയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയുള്ള സഞ്ജു സാംസണും ധ്രുവ് ജൂറലും കൂടി ഓപ്പണിംഗ് ഇറങ്ങി. നല്ല ഓപ്പണിംഗ് അല്ല, അത് കഴിഞ്ഞിട്ട് അവർ 3 ആളും കൂടി ഈ 3 ആൾ ഔട്ടായതിനു ശേഷം നല്ലൊരു 100 റൺസ് പാർട്ട്ണർഷിപ്പ് നേടിയെങ്കിലും ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ചെയ്യാൻ 256 എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് രണ്ടാളും കാഴ്ചവെച്ചു. സഞ്ജു സാംസൺ 4 സിക്സും 7 4ഉം ധ്രുവ് ജുറൽ 6 സിക്സും 5 4ഉം അടിക്കുകയുണ്ടായി. സഞ്ജു 66ഉം ധ്രുവ് ജുറൽ 70 റൺസും എടുത്ത്. ഇങ്ങനെ അവർ നന്നായിട്ട് കളിച്ചെങ്കിലും പിന്നീട് വന്ന ശുഭൻ ദുബൈയും ഷിംറോണിത് മയറും 40+ റണ്ണ് സ്കോർ ചെയ്തതിലും 250 റേഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അവർ കളിച്ചിരുന്നത്. ഈ 256 എന്ന വലിയൊരു ടോട്ടൽ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 242 രണ്ടാളും നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ വരെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ ആരും ചെയ്തില്ല. ഇനി നാളെ ചെയ്തേക്കാം. എന്തായാലും നല്ലൊരു ഇന്നിങ്സ് തന്നെ ആയിരുന്നു 2 ടീമിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. 2 ടീമും വളരെ യങ്ങായുള്ളൊരു സൈഡ് തന്നെയാണ്. ഒരു എക്സ്പ്ലോസീവായ ബാറ്റിംഗ് പെർഫോമൻസാണ് 2 ടീമിൽ നിന്നും ഉണ്ടായത്. ഇനിയുള്ള മാച്ചുകളിൽ ഈ 2 ടീമിനെയും ഒരുപോലെ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ മാച്ച് 2 ടീമിനും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഇന്ന് SRH ആണ് അവസാനം വിജയിച്ചത്. ഈ ഇഷാൻ കിഷൻ്റെ സെഞ്ചുറിയും അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളും ഇവരുടെ ഇതിൽ നിന്ന് എക്സ്പ്ലോസീവായ ബാറ്റിംഗ് SRHൽ നിന്നും RRൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ SRHനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ടായിരുന്നു. RRന് ഇനിയുള്ള മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം അതിൻ്റേതായ ഇതുകൊണ്ട് പിന്നെ സഞ്ജുവിന് കീപ്പിങ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത 2 മത്സരങ്ങളും അദ്ദേഹം കീപ്പിങ്ങിന് ഉണ്ടാവില്ല. അതിനുശേഷമുള്ള മത്സരങ്ങൾ ക്യാപ്റ്റൻസിയും കീപ്പിങ്ങും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമെന്നാണ് തോന്നുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ഇനി മുൻപോട്ടുള്ള മാച്ചുകളിലും തുടക്കത്തിലുള്ള വിക്കറ്റുകളുടെ പാളിച്ചകളൊക്കെ മാറ്റി RR തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈക്കോ ക്രിക്കറ്റ്.